ആശാനെ എന്താടാ എന്താ പറ്റിയേ? ഞാനൊരു സൈക്കിൾ വാങ്ങി. എന്റെ പീയൂഷേ, ഇതിന് ഇത്രയും ബിൽഡപ്പ് വേണമായിരുന്നാ? എന്നാലും നാട്ടുകാര് നടന്നത് ഭയങ്കരമായി പോയി അല്ലേ? അതന്നെ, കേട്ടിട്ട് ഞെട്ടിപ്പോയി. എന്താ സംഭവം? നീ പിന്നെ പേപ്പറൊന്നും വായിക്കാറില്ലല്ലോ. നാട്ടുകാര് റോഡ് സൈഡിൽ കിടന്നുറങ്ങിയ 5 പേരുടെ മേൽ കൂടി ഒരു ലോറി കയറി. പിഞ്ചു കുഞ്ഞടക്കം 5 പേരാ മരിച്ചത്. അപ്പൊ ആ ഡ്രൈവർക്ക് കണ്ണും കണ്ടൂടെ? എങ്ങനെ കാണാനാ? മാഹിയിൽ നിന്ന് വില കുറഞ്ഞ സാധനം കിട്ടിയപ്പോൾ നന്നായി വീശി ഡ്രൈവർ കിടന്ന് തുടങ്ങി. വണ്ടി ഓടിച്ചത് ക്ലീനർ. ക്ലീനർക്കാണെങ്കിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ആളാണെങ്കിലും നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് നിയമം അനുസരിച്ച് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം. ഇവരങ്ങനെ തീർത്ത് കളഞ്ഞാലോ ആശാനെ? പീയൂഷേ, വേണ്ടല്ലേ? ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, അവരെ അറസ്റ്റും ചെയ്തു. അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം. അവര് കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണ്ടേ, പ്രത്യേകിച്ച് റോഡ് പണി നടക്കുമ്പോൾ. ഈ റോഡ് പണി നടക്കുന്ന മിക്ക സ്ഥലങ്ങളിലും അതിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹൈവേയിലൊക്കെ പണി നടക്കുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട്. നല്ല വഴിയിൽ കൂടി വന്നിട്ട് പെട്ടെന്നായിരിക്കും ഒരു സ്റ്റോപ്പ് ബോർഡ്, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനുള്ള ചെറിയൊരു വഴി. ചില സ്ഥലത്ത് അതും കാണാറില്ല, റോഡ് കഴിഞ്ഞ പോലെ തോന്നും. ജനങ്ങളുടെ ജീവൻ അത്ര വിലയുള്ളൂന്നേ. വേണമെങ്കിൽ വഴി കണ്ടുപിടിച്ച് നിങ്ങൾ പൊക്കോ, അതല്ലേ? വർക്കടക്കുന്ന റോഡുകൾ പരിചയമുള്ള ഡ്രൈവർമാർക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഈ സ്ഥലം പരിചയമില്ലാത്ത ഡ്രൈവർമാരൊക്കെ എന്താ ചെയ്യാ? കൃത്യമായി ബോർഡും നല്ല രീതിയിൽ വെളിച്ചം അവിടെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഡ്രൈവറുടെ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ലൈറ്റുകളും ബോർഡുകളും ഇത്തരം വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രമീകരിക്കണം. അധികാരി വർഗത്തിന്റെ ശ്രദ്ധക്കുറവ് മൂലം പലപ്പോഴും ബലിയാടാകുന്നത് ഏതെങ്കിലും പാവപ്പെട്ടവനായിരിക്കും.